ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ പോസിറ്റീവ് വൈബ്സ് വിത്ത് സിം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ നാടൻ ഫേമസ് പറോട്ട, ബട്ട് ഇറ്റ്സ് എ ഹെൽത്തി വേർഷൻ, ബട്ട് ഇറ്റ്സ് സൂപ്പർ ഈസി ടു മേക്ക്, ബട്ട് സോഫ്റ്റ് അടിപൊളി പറോട്ട നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫോർ ദാറ്റ് ഐ എം മേക്കിംഗ് ഹരിയാലി ചിക്കൻ ടിക്ക. അതും ഈസിയാണ് ബട്ട് സൂപ്പർ യം. ആൻഡ് ഈസിയസ്റ്റ് ചിക്കൻ കറി, ഇതിനേക്കാളും ഈസിയസ്റ്റ് ചിക്കൻ കറി എനിക്കറിയത്തില്ല ഇനി വേറെ എന്താ ഉണ്ട് പറഞ്ഞിട്ട്. It's morning 7. My son's school bus arrived. Dubai summer is still here. ചൂടുണ്ട്, അതിൻ്റെ കൂട്ടി ഹ്യൂമിഡ് ക്ലൈമറ്റ്. സോ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ വിൻ്റർ ഹിയർ നൗ. പിന്നെ പൂക്കളൊന്നും കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇവിടെ പല പല സീസണിൻ്റെ അനുസരിച്ച് അവർ പൂക്കളിടും. പൂക്കളൊന്നും ഇപ്പം ഇല്ല. എല്ലാവരും സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ഓഫീസിൽ പോയി. ഇനി എന്താ, ഞങ്ങളുടെ കുക്കിംഗ് പരിപാടി തുടങ്ങാം. ബട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീറ്റ് പറോട്ടയാണ്. ഈസിയാണ് ചെയ്യാൻ. നിങ്ങൾ ഒരാഴ്ച ഞാൻ ചെയ്യുന്ന മെത്തേഡ് ചെയ്ത് നോക്ക്. ഈവൻ ചിക്കൻ കറി, ഇത്ര ഈസി ചിക്കൻ കറി, പിന്നെ ടേസ്റ്റും സൂപ്പർ അടിപൊളിയാണ്. പിന്നെ ഞാൻ സഡനായിട്ടാണ് പ്ലാൻ ചെയ്തത് ഹരിയാലി ചിക്കൻ. എൻ്റെ പ്ലാനിനകത്തില്ല. പിന്നോർത്ത് ഹരിയാലി ചിക്കനും ചെയ്തേക്കാം, ബിക്കോസ് വെരി ഈസി ടു മേക്ക്. അതാണ് ഞാൻ പിന്നെ ഹരിയാലി ചിക്കനും ആഡ് ചെയ്ത് ഈ മെനുവിൽ. ഓൺലൈനിൽ ഇച്ചിരി ഗ്രോസറീസ് മേടിച്ച്, അത് സ്പെഷ്യലി ഹരിയാലി ചിക്കനിന് ഞാൻ ലാസ്റ്റ് മൂമെൻറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് ചിക്കൻ ഞാൻ വരുത്തി. പിന്നെ ഹരിയാലി ചിക്കന് മെയിൻ ഇൻഗ്രീഡിയൻസ് കൊറിയാണ്ടർ ലീവ്സാണ്, പിന്നെ ഇച്ചിരി മിൻറ്റ് ലീവ്സും. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. വീറ്റ് പറോട്ട ചെയ്യാൻ ഞാനിവിടെ 2 കപ്പ് വീറ്റ് പൗഡർ എടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ 2 കപ്പാണ് എടുക്കുന്നത്. പിന്നെ ഇച്ചിരി സോൾട്ട്. ഇപ്പോൾ 2 കപ്പ് ഞാൻ വീറ്റ് ഫ്ലോർ എടുത്തുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇടുക ഇവിടെ. ഇവിടെ ഷുഗർ ഞാൻ 1/2 ടീസ്പൂൺ ഷുഗർ ഇടുക. ഈ ഷുഗർ എപ്പോഴും ഒരു പറോട്ടയ്ക്ക് ഒരു കളർ കൊടുക്കാനാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് ആ ഓയിലും മാവും എല്ലാം നല്ലതായിട്ട് മിക്സ് ആകണം. കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ പറോട്ട നല്ല സോഫ്റ്റായിട്ട് വരാൻ. ഇത് നോർമൽ വാട്ടറാണ്. വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒരു സ്റ്റിക്കി മാവ് ആയിട്ട് വരണം. സ്റ്റിക്കി ഡോ ഉണ്ടല്ലോ, ഒട്ടിപ്പിടിക്കുന്ന പോലെ ഞങ്ങൾ കുഴച്ചെടുക്കണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ വരണേ. സ്റ്റിക്കി ഡോ കണ്ടോ, കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ നല്ലതായിട്ട് നീഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റിക്കിനെസ് ഒക്കെ മാറും. ആട്ടപ്പൊടി ഇട്ടിട്ട് ഈ മാവ് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം കാണിക്കുന്ന പോലെ നിങ്ങൾ നല്ലതായിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായ ഒരു ബോൾ മാതിരി കിട്ടും. ഇത് കൺസിസ്റ്റൻസി അല്ല, ടെക്സ്ചർ എങ്ങനെ ഇരിക്കണം പറഞ്ഞാൽ കൈ ഒട്ടിപ്പിടിക്കരുത്. പിന്നെ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ബോളായിട്ട് കിട്ടണം. ഇതാ കറക്റ്റ് ടെക്സ്ചർ. പിന്നെ സോഫ്റ്റ് കണ്ടോ, തൊട്ട ഇങ്ങനെ അകത്ത് പോകുന്ന പോലെ. സോ ദിസ് ഈസ് ദ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഓർ ടെക്സ്ചർ യു നീഡ് ഫോർ പറോട്ട.
ഈ പരോട്ട മാവ് ഓൺലി 10 minutes റെസ്റ്റിംഗ് ടൈം മതി. ബട്ട് ഇപ്പോൾ എനിക്ക് കുക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ടൈമായി. ബട്ട് ഐ തിങ്ക് മേ ബി 30 minutes ഞാൻ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. 10 minutes ഞാൻ ഈ ഷൂട്ടിംഗ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് 10 minutes ഞാൻ റെസ്റ്റിംഗ് ടൈം കൊടുക്കത്തുള്ളൂ. I clean the chicken with vinegar and water, but sometimes I use the rock salt and turmeric powder to clean. It depends. ഞാൻ ചിക്കൻ കറിന് കാര്യമല്ല ചിലതെല്ലാം ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു 7 to 8 ബിഗ് ഗാർലിക് ക്ലോവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് ജിഞ്ചർ, പിന്നെ ഗ്രീൻ ചില്ലി നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ 7 to 8 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ചതച്ചെടുക്കണം. കോഴ്സ്ലി ക്രഷ് ചെയ്താൽ മതി. ഇതില്ലെങ്കിൽ മിക്സിയിൽ പൾസ് മോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ മടിയാണെങ്കിൽ വേണ്ട, നോ പ്രോബ്ലം. യൂസ് ദ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ടേക്ക് 1 tablespoon of ginger garlic paste instead of this. കുക്കറിൽ ഹിയർ ഐ ആം ആഡിങ് 3 tablespoon of oil. ഓയിൽ ചൂടായ ഉടനെ ഈ ക്രഷ് ചെയ്ത ജിഞ്ചറും ഗാർലിക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്തേക്ക്. ആൻഡ് സോട്ടേ ഇറ്റ് ഫോർ എ മിനിറ്റ് ടിൽ ദ raw smell leaves. Now add 2 medium-sized onion chopped. Along with that add curry leaves. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിട്ട് ഓണിയൻ സോഫ്റ്റ് ആകുന്നവരെ വഴട്ടിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനൊരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ സോഫ്റ്റ് ആകുന്നവരെ ഇതൊരു കുക്ക് ചെയ്യണം. സോ ബെറ്റർ ക്ലോസ് ദ ലിഡ് ആൻഡ് കുക്ക് ഇറ്റ്. സ്പൈസ് പൗഡർ ഇതിൽ ഞാൻ ഇടുന്ന 2 ടീസ്പൂൺ ധനിയ പൗഡർ, കൊറിയാൻഡർ പൗഡർ 2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1.5 ടീസ്പൂൺ സോം പൗഡർ, അത് ഫെനൽ പൗഡർ ഉണ്ടല്ലോ അത്, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1 വലിയ സ്പൂണ് മീൻസ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഇതൊരു 1 minute or 2 minutes ഒരു റോ സ്മെൽ മാറുന്നവരെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്യണം. മസാലയൊക്കെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 kg ഷോൾഡർ പീസ് ചിക്കനാണ് ഇടുന്നത്. ഏത് പീസ്, ഏത് നോർമൽ ചിക്കൻ കട്ട് പീസും ഇടാം. ഈ മസാലയിൽ ഒരു 2 minutes ഇത് കുക്ക് ചെയ്ത് ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. 2 minutes കുക്കായ ഉടനെ ഞങ്ങൾ 1 cup വാട്ടർ ഇടണം. ഇല്ലെങ്കിൽ താഴെ അടുക്കി പിടിക്കും. സോ ആഡ് 1 cup of water. ബട്ട് 1 കപ്പിനേക്കാളും കൂടുതൽ ഈ കറിന് ഇടരുത് കേട്ടോ, 1 kg ചിക്കന്. ഇല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഈ കറി ഒത്തിരി തിന്നായി പോവും. സോ ഇതിൽ വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും ആഡ് ചെയ്തില്ലല്ലോ, ജസ്റ്റ് കട്ട് ചെയ്ത ഓണിയനും ടൊമാറ്റോയേ ഉള്ളൂ. അപ്പോൾ 1 cup വാട്ടർ ആഡ് ചെയ്യണം. പിന്നെ ഇച്ചിരി രുചിക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യും. അറ്റ് ദ എൻഡ് ആഡ് ചോപ്ഡ് കൊറിയാൻഡർ. ഈ കൊറിയാൻഡർ എന്താ പറഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റ് കൊടുക്കും കറിന്. സോ 2 whistle,
and wait. അതാ ഈസി ചിക്കൻ കറി. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഈസിയസ്റ്റ് ചിക്കൻ കറിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് ഞങ്ങൾ ഹരിയാലി ചിക്കൻ ചെയ്യാം. ഹരിയാലി ചിക്കൻ ടിക്ക. അതിന് ഞാൻ 1.5 കപ്പ് കൊറിയാണ്ടർ ലീവ്സ്. ഞാൻ കപ്പ് മെഷർമെൻറ്റ് പറയാം, സോ എല്ലാവർക്കും മനസ്സിലാകാനാണ് ഞാൻ പറയുന്നത് കപ്പ് മെഷർമെൻറ്റിൽ. പിന്നെ ഇത് 1/2 കപ്പ് മിൻറ്റ് ലീവ്സ്, പിന്നെ 2 ഇഞ്ച് ജിഞ്ചർ, പിന്നെ 7 to 8 ഗാർലിക് ക്ലോവ്സ്, പിന്നെ ഗ്രീൻ ചില്ലി നിങ്ങളുടെ സ്പൈസിൻ്റെ അനുസരിച്ചിട്ട്. ഇവിടെ ഞാൻ 7 to 8 ഗ്രീൻ ചില്ലി ആയിട്ടിരിക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ പകരം ഞാനിവിടെ തിക്ക് യോഗേർട്ട് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഐ എം ആഡിങ് 1 ടീസ്പൂൺ ഓഫ് ക്യുമിൻ സീഡ്, ജീരകം ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് പേസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ 1 kg ചിക്കൻ തൈ എടുത്തിരിക്കുക. Give a cut to the chicken thigh so that all the masala get inside and soak well. ഇപ്പോൾ ഞാൻ മസാല ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കാതെ കണ്ടില്ല എത്ര ലിക്വിഡായിട്ട് വന്നിരിക്കുക. സോ ബെറ്റർ ആഡ് ഹങ് കേർഡ്. നല്ല തിക്കായിട്ടിരിക്കുന്ന കേർഡ് യൂസ് ചെയ്താൽ മതി. ഡോണ്ട് യൂസ് വാട്ടർ. മസാല പൗഡർ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടീസ്പൂൺ ഗരം മസാല and 1 tablespoon kasuri methi, 1 lemon. ഇവിടെ ഞാൻ half lemon എടുക്കുക because it's a very big lemon, so use according to the sourness of the lemon. And I'm adding 2 tablespoon of oil and salt to taste. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്തിട്ട് ഈ മസാല ഉണ്ടല്ലോ, ഈ മസാല നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലയാണ്. സോ ഞാനിതൊരു 30 minutes ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ ഓവർ നൈറ്റ്. ഇപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കറി ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രഷറെല്ലാം പോയിരിക്കുക. കണ്ടോ, സൂപ്പർ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. ഞാൻ പറഞ്ഞില്ല ഇതിന് ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് 1 കപ്പ് ഒഴിച്ചാൽ മതി. ബട്ട് അടിപൊളി ചിക്കൻ കറി. ഇപ്പം പൊറോട്ടന് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ, മെൽറ്റഡ് ബട്ടർ എടുത്തിരിക്കുക ആൻഡ് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും ഓയിൽ, ബട്ട് ഡോണ്ട് യൂസ് കോക്കനട്ട് ഓയിൽ, ആൻഡ് 2 ടേബിൾ സ്പൂൺ ഓഫ് മൈദ. ഇതെല്ലാം ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം ഞങ്ങൾക്ക് പൊറോട്ട മാവ് എടുക്കാം. ഇത് നല്ലതായിട്ട് റെസ്റ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി 30 minutes ഞാൻ പറഞ്ഞല്ലോ, 30 minutes ആയിട്ടുണ്ട്. ബട്ട് ഇത്ര ആവശ്യമില്ല, 10 minutes മതി. ബിക്കോസ് ഇത് മൈദ അല്ല, സോ വീട്ടായക്കൊണ്ട് 10 minutes ഇസ് എനഫ്. ബട്ട് ഇതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറയാം, പൊറോട്ട എപ്പോഴും സ്റ്റിക്കി ഡോ ആയിട്ട് നിങ്ങൾ ബോളായിട്ട് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് നീഡ് ചെയ്യണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അത് ചെയ്താലേ നിങ്ങളുടെ പൊറോട്ട പെർഫെക്റ്റായിട്ട് വരും. ഇപ്പം ഞാൻ കണ്ടല്ലോ, ഇങ്ങനെ ചെയ്താൽ മതി. 2 കപ്പ് മാവിന് നിങ്ങൾക്ക് ഒരു 6 പൊറോട്ട കിട്ടും, ഒരു സാധാരണ സൈസ് പൊറോട്ട. ആൻഡ് മേക്ക് എ ബോൾ. പൊറോട്ട ചെയ്യുമ്പം പൊറോട്ടയുടെ മാവിരിക്കട്ടെ, പൊറോട്ടയുടെ ഇപ്പോൾ ഈ ബോൾസൊക്കെ ഞങ്ങൾ ചെയ്ത് വെക്കത്തില്ലേ, എപ്പോഴും അത് കവറായിട്ടിരിക്കണം, ഡ്രൈ ആകരുത്. അതാ മെയിൻ ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾവേസ് കവർ ഇറ്റ് വിത്ത് എ വെറ്റ് ടവൽ ഓർ യൂസ് ദ ക്ലിംഗ് റാപ്പ്. എനിത്തിങ് ഈസ് ഫൈൻ, ബട്ട് ഡോണ്ട് ഓപ്പൺ ആൻഡ് കീപ്പ് ഇറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ഗെറ്റ് ഡ്രൈ. ഇച്ചിരി ആട്ടമാവ് ഇട്ടിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുത്തു. പിന്നെ ഞങ്ങൾ ചെയ്ത് വെച്ച ഈ ബട്ടറും ഓയിലും മൈദ ഒരു മിക്സ്ചറില്ലേ, അത് ഞങ്ങൾ തേച്ചെടുക്കണം. ബട്ട് ഒത്തിരി ഇടണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി. അതിൻ്റെ മേലെ ഇച്ചിരി മൈദയുടെ ആട്ട ഇച്ചിരി സ്പ്രിങ്കിൾ ചെയ്താൽ മതി. പിന്നെ കട്ട് ചെയ്തോ തിന്നായിട്ട്, എത്ര തിന്നായിട്ട് ഒക്കും അത്ര തിന്നായിട്ട് നൈഫ് വെച്ച് കട്ട് ചെയ്യണം. ഈ ഹോറിസോണ്ടൽ ലൈൻ ഉണ്ടല്ലോ, ആ സൈഡിൽ നിന്ന് ഞങ്ങൾ റോൾ ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ
1-2 പൊറോട്ട ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ റോൾ ചെയ്യണം, എങ്ങനെ പിടിക്കണം പറഞ്ഞിട്ട് മനസ്സിലായോ. സോ ഇപ്പം കണ്ടോ, ഇതിൻ്റെ മേലെയും ഞങ്ങൾ ഈ ബട്ടർ പേസ്റ്റിൽ അത് അപ്ലൈ ചെയ്യണം. ഒരു എഡ്ജിന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് നെക്സ്റ്റ് എഡ്ജ് ഉണ്ടല്ലോ അത് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് ബാക്ക് സൈഡ് ഒട്ടിച്ച് വെക്കണം. ദെൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് കൊടുക്കുക. ഇതാ പെർഫെക്റ്റ് പൊറോട്ട റൗണ്ട് കിട്ടി. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി പലകയില്ലേ, ചപ്പാത്തിയുടെ ഇത് വെച്ചിട്ട് ഞങ്ങൾ പരത്തിയെടുത്താൽ മതി. കൈ കൊണ്ടൊന്നും ഇങ്ങനെ തട്ടിയിട്ട് അത്ര ഒന്നും ബുദ്ധിമുട്ട് കെടുന്ന ആവശ്യമില്ല ഈ പൊറോട്ടന്. ജസ്റ്റ് യൂസ് ചപ്പാത്തീസ് റോളർ പിന്നോ അത് എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് എടുത്താൽ മതി. ചൂട് തവയിൽ പൊറോട്ട ഇട്ടോ. ഇപ്പം ബോട്ടം ഇച്ചിരി ലൈറ്റായിട്ട് കുക്കായ ഉടനെ ജസ്റ്റ് ടേൺ ഇറ്റ്, ദെൻ ആഡ് ലിറ്റിൽ ഓയിൽ, പിന്നെയും ടേൺ ചെയ്യണം. ഞങ്ങൾ എപ്പോഴും പൊറോട്ട ഇച്ചിരി മീഡിയം ഫ്ലെയിമിനകത്ത് കുക്ക് ചെയ്തെടുക്കണം. ടേൺ ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കളർ ബ്രൗൺ ആക്കാവുള്ളൂ. ഉടനെ സഡനായിട്ട് ഡോണ്ട് ഗീവ് ദ ഡാർക്ക് കളർ, അപ്പോൾ അത് കാണാനും ഭംഗിയിരിക്കത്തില്ല, പിന്നെ ഓവറായിട്ട് ക്രിസ്പുമായി പോവും. സോ ഞങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് പൊറോട്ട ടേൺ ചെയ്ത് കളർ കൊടുക്കണം. അപ്പം കണ്ടോ ഇങ്ങനെ നല്ല സോഫ്റ്റായി. ഞാൻ ഇനിയും പൊറോട്ട ഒന്നും തട്ടിയൊന്നുമില്ല, അപ്പോഴേ പൂ പോലെ കണ്ടോ ഇങ്ങനെ വരും. നല്ല പൊറോട്ടയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ചുമ്മാതല്ല പറയുന്നത്, ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. എനിക്ക് ചപ്പാത്തിയേക്കാൾ ഈസിയാണ് പൊറോട്ട. ബട്ട് ഞാൻ 3 കപ്പ് കൂടുതൽ ഞാൻ കുഴക്കത്തില്ല കേട്ടോ, അത് പിന്നെ ഒരു പണിയായി പോകും. സൈഡിൽ നല്ലതായിട്ട് തട്ടിയിട്ട് കണ്ടോ പൂ പോലെ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റായിട്ട് വരും. എല്ലാം അതിൻ്റെ എന്താ പറയുന്നത് കണ്ടോ, അടിപൊളി. കഴിക്കാനും അങ്ങനെ അടിപൊളി, നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക്. അപ്പം ഞാൻ പറയാം, പൊറോട്ട ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഒത്തിരി മാവെടുത്ത് കുഴച്ച് ചെയ്യരുത് കേട്ടോ. എപ്പം ഞങ്ങൾ ബിഗിനേഴ്സായിട്ട് ആകുമ്പം ഞങ്ങൾ എപ്പോഴും ഒരു 2 കപ്പോ 3 കപ്പ് കൂടുതൽ ഞങ്ങൾ പോകരുത്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് കാര്യവും ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ബട്ട് അതേ നിങ്ങളൊരു വലിയ ബാച്ചായിട്ട് ചെയ്താൽ ദെൻ ഇറ്റ് വിൽ ബി ഹാർഡ്, പിന്നെ നിങ്ങൾ ചെയ്യുന്നത് നിർത്തും. അപ്പം ഹരിയാലി ചിക്കൻ ടിക്ക റെഡി ആയിരിക്കുന്നു. അപ്പം അത് ഫ്രൈ ചെയ്തെടുക്കാം. പൊറോട്ടയായി, ചിക്കൻ കറിയായി. ഇനി നെക്സ്റ്റ് ഇത് ഹരിയാലി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊന്നുമില്ല, ഞാൻ നോൺ സ്റ്റിക്ക് ഗ്രില്ലർ പാനാണ് എടുത്തിരിക്കുന്നത്. സോ അതിൽ ചൂടായ ഉടനെ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ചൂടായ ഉടനെ ദെൻ ആഡ് ചിക്കൻ ലെഗ് പീസ്. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിനകത്ത് 2 സൈഡും കുക്ക് ചെയ്തിട്ട് പിന്നെ പതുക്കെ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ട് കളർ കൊടുക്കും. ബട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഗ്രില്ലർ പാൻ അടിപൊളിയാണ്. ബിക്കോസ് ഐ യൂസ് ദിസ് കാസ്റ്റ് അയൺ ഗ്രില്ലർ പാൻ. ഭയങ്കര ശല്യമായിരുന്നു ആ മസാല എല്ലാം ഒട്ടിപ്പിടിച്ചത് എടുക്കാനും കഴുകാനും. ഓഫ് മൈ ഗോഡ്, അത് ഞാൻ മറക്കത്തില്ല. അതിനാൽ പിന്നെ ഞാൻ ഇത് ഐക്യായിരുന്നു ഈ വലിയ ഗ്രില്ലർ പാനാണ്, നോൺ സ്റ്റിക്കിൻ്റെ അടിപൊളി ഗ്രില്ലർ പാനാണ്. ഇത് മേടിച്ചപ്പോഴേന്ന് ഞങ്ങളുടെ വീട്ടിൽ തന്തൂരി ചിക്കൻ, ഹരിയാലി ചിക്കൻ, മലായി ടിക്ക ഇതെപ്പോഴും ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും. തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ചെയ്യാം. നിങ്ങളൊരു പ്രാവശ്യം അത് ട്രൈ ചെയ്ത് അതും നോക്കാം. എൻ്റെ റെസിപ്പീസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. പൊതുവേ ഞാൻ എപ്പോഴും ഈസിയാണ് ബട്ട് ടേസ്റ്റി റെസിപ്പീസ് ആഡ് ചെയ്യുന്നത്. കുക്കിങ്ങൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കുക്കിങ്ങിൽ കൈ വെച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഏത് ആർട്ട് പഠിക്കുമ്പോഴും ഞങ്ങൾ അതിന് ഇച്ചിരി കഷ്ടപ്പെടണം, പിന്നെ ഒരു സ്നേഹം ഇരിക്കണം ആ ആർട്ടിനെ കുറിച്ച്. അങ്ങനെ ഒരു ആർട്ടായിട്ടാണ് എനിക്ക് ഈ കുക്കിംഗ് തോന്നിയത്. കുക്കിംഗ് ഇസ് നോട്ട് ഈസി. പേഷ്യൻസ് വേണം, ഞങ്ങൾക്ക് സ്നേഹം വേണം, കൊടുക്കാൻ മനസ്സ് വേണം, ചെയ്യാൻ മനസ്സ് വേണം കേട്ടോ. അപ്പം എനിക്ക് ചിലപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് ഞാനാണോ ചെയ്തത് പറഞ്ഞ് എനിക്ക് തോന്നും. ബട്ട് റിയലി എനിക്കിതൊരു ആർട്ട് പഠിച്ചതിന് എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. If you like the recipes I've shared, please do consider to like, share and subscribe.